ഇന്ന് 2025 നവംബർ മാസം 20-ആയി. ഒരു വർഷം അങ്ങോട്ട് തീരാൻ പോവാണ്. ഇനി ഒരു മാസവും 10 ദിവസം കഴിഞ്ഞാൽ പുതിയ വർഷമാണ്. 2026 1201 ആണ്ട് വൃശ്ചിക മാസം 4-ാം തീയതി വ്യാഴാഴ്ച. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പത്തെ ഒരു സംഭവമാണ് ഇന്നത്തെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനായിട്ടുള്ള കഥ, അല്ലെങ്കിൽ ഒരു നടന്ന സംഭവം എന്ന് പറയാൻ കഴിയുക. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 100 വർഷമെന്ന് മാത്രമല്ല, 106 വർഷം മുമ്പുള്ള ഒരു സംഭവമാണ്. അമേരിക്കയിലെ കാൻസസ് സിറ്റി സ്റ്റാർ പത്രം ഓഫീസിൽ നടന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ചാനലിൽ ഇരുന്നുകൊണ്ട് പണ്ടത്തെ ഒരു പത്ര ഓഫീസിലെ കാര്യമാണ് സംസാരിക്കുന്നത്. സ്ഥാപനത്തിൽ ഒരു കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നു. ആ കാർട്ടൂണിസ്റ്റിനെ പത്രാധിപർ, എഡിറ്റർ ഒരു ദിവസം മുറിയിലേക്ക് വിളിപ്പിച്ചു. ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ ആശങ്കയോടെ ആ ഓഫീസ് മുറിയിലേക്ക് ചെന്നു. അറിയാമല്ലോ, ഒരു ജൂനിയറിനെ ഒരു സീനിയർ വിളിക്കുമ്പോഴേക്കും ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. എന്തിനാണ് വിളിക്കുന്നത്, എന്താണ് എന്നോട് പറയാൻ പോകുന്നത് എന്നൊക്കെ. അവിടെയും അതുതന്നെയാണ് നടന്നത്. പത്രാധിപർ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് കമ്പനിക്ക് നല്ല അഭിപ്രായമില്ല, നിങ്ങൾ അത്ര പോരാ, നിങ്ങൾ ഭാവനയും ആശയവും ഇല്ലാത്തവനാണ്, അതാണ് കമ്പനിയുടെ വിലയിരുത്തലെന്ന് ആ ചെറുപ്പക്കാരനോട് ആ പത്രാധിപർ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു എന്നുകൂടി പറഞ്ഞു. അതായത് അയാളെ ടെർമിനേറ്റ് ചെയ്യുകയാണ് ആ മുറിയിൽ വെച്ച്. ഒരുപാട് വിഷമം വന്നു. ആർക്കായാലും ഒരുപാട് പ്രതീക്ഷയോടെ കിട്ടിയ ഒരു ജോലിയാണ്. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഈ പണിക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞ് പിരിച്ചുവിടുമ്പോൾ സങ്കടം ഉണ്ടാവും. ഏറെ ദുഃഖത്തോടെ അന്ന് ആ ഓഫീസിൻ്റെ പടിയിറങ്ങിയ ആ കുട്ടിയുടെ, അല്ലെങ്കിൽ ആ യുവാവിൻ്റെ പേരാണ് വാൾട്ടർ ഏലിയാസ് ഡിസ്നി, നമ്മുടെ സ്വന്തം വാൾട്ട് ഡിസ്നി. ലോക വിനോദ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച മിക്കി മൗസ് അടക്കമുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ സാക്ഷാൽ വാൾട്ട് ഡിസ്നിയാണ് ആ പത്രാധിപർ പറഞ്ഞത് എന്താണ്, ഭാവനയില്ലാത്തവരെന്ന് ആക്ഷേപിച്ചിറക്കി വിടുകയായിരുന്നു. പുറത്തിറങ്ങിയ വാൾട്ട് ഡിസ്നി തുടങ്ങിയ ആനിമേഷൻ സ്റ്റുഡിയോ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സ്റ്റുഡിയോകളിലൊന്നാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. 59 തവണ ഓസ്കർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വാൾട്ട് ഡിസ്നിക്ക് 26 തവണ ഓസ്കർ പുരസ്കാരവും ലഭിച്ചു. ഏറ്റവും കൂടുതൽ തവണ ഓസ്കർ ലഭിച്ച വ്യക്തി എന്ന റെക്കോർഡ് ഇപ്പോഴും ഡിസ്നിയുടെ പേരിലാണ്. ഇന്നും അത് തിരുത്തി കുറിച്ചിട്ടില്ല ആരും. ജഡ്ജ്മെന്റ്സ് റിഫ്ലക്ട് ദെയർ മൈൻഡ് സെറ്റ്, നോട്ട് യുവർ റിയാലിറ്റി. അമേരിക്കൻ എഴുത്തുകാരൻ വെയ്ൻ ഡയറിൻ്റെതാണ് ഈ വാക്കുകൾ. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നടത്തുന്ന തീർപ്പ് കൽപ്പിക്കലുകൾ അവരുടെ നിലവാരമാണ് പ്രതിഫലിപ്പിക്കുന്നത്. നമ്മുടെ യാഥാർത്ഥ്യം അതേ അല്ല. നമ്മൾ ആരാണ് എന്നതല്ല, അപ്പോൾ ബാക്കിയുള്ളവർ എന്ത് പറയുന്നുവെന്ന് നോക്കേണ്ട കാര്യമേ ഇല്ല. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനെ ഇറക്കിവിട്ട ആ ചെറുപ്പക്കാരന് ഇത്രയും ഓസ്കർ പുരസ്കാരങ്ങൾ സ്വന്തമാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അധികാരത്തിന് ശ്രേണിയിലേക്ക് എത്തുമ്പോൾ, അധികാരം കയ്യിലുള്ളപ്പോൾ താഴെയുള്ളവരെയൊക്കെ ചവിട്ടി മെതിക്കാൻ എളുപ്പമാണ്. അങ്ങനെയൊക്കെ ചവിട്ടി മെതിക്കുന്നവരുടെ മുന്നിൽ ഓ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വഴിയെ നമ്മൾ മുന്നോട്ട് പോവുക.